ഉച്ചഭാഷിണികൾ ഈ ബാങ്ക് വിളിക്കാനൊക്കെ വലിയ ശബ്ദത്തിൽ ബാങ്ക് വിളി മറ്റുള്ളവരൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഉച്ചഭാഷണികൾ പലയിടങ്ങളിലും വ്യാപകമായിട്ടും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇസ്രായേലിൽ ഇത്തരം ഉപയോഗിക്കൽ ഇനി നടക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ബാങ്ക് വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉച്ചഭാഷണികൾ വിലക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. സത്യത്തിൽ അത് എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളോടുള്ള ചെയ്യുന്ന ഒരു ചതിയാണ്. കാരണം അവർ നമ്മൾ കേരളത്തിലുമൊക്കെ കേട്ടിട്ടില്ലേ, പലപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് വൈകിട്ട് 5 മണിക്കാണെന്ന് തോന്നുന്നു, രാവിലെ 5 മണിക്കൊക്കെ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കും. നമുക്ക് അവരുടെ പ്രാർത്ഥനാ രീതികളൊന്നും അറിയില്ലെങ്കിൽ പോലും ഞാനൊക്കെ എൻ്റെ നെഞ്ചിൽ കൈവച്ച് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അത് ആരോടാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് എവിടെ കേട്ടാലും പിന്നെ അത്ര അധികം ബഹുമാനത്തോടെ അതിനെ വീക്ഷിക്കുന്ന അതിനെ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പ്രത്യേകിച്ച് ഇസ്രായേലിൽ പിന്നെ ന്യൂനപക്ഷങ്ങൾ, ഇസ്രായേൽ ജനത എല്ലാവരെയും ഒരുപോലെ ജൂത മതക്കാരാണ്, അവർ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അമ്പലങ്ങളിൽ 10 മണിക്ക് ശേഷം ഇത്തരത്തിൽ ശബ്ദമലിനീകരണം പാടില്ല, അല്ലെങ്കിൽ അമ്പലങ്ങളിലല്ല, 10 മണിക്ക് ശേഷമുള്ള ശബ്ദമലിനീകരണമൊക്കെ കേരളത്തിൽ വലിയ നിയന്ത്രണമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ മതത്തിൻ്റെയും കാര്യത്തിൽ അവർക്ക് അവരുടേതായ പല രീതിയിലുള്ള ആചാരങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അതിലുണ്ടാകും. അക്കാര്യത്തിലേക്ക് വരാം. ഞാനൊരു ഡീറ്റെയിലും കൂടി അതിൽ പറയാം. ഇതിപ്പോൾ പള്ളികളിലെ ഉച്ചഭാഷണികൾ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വിർ ആണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി ഉച്ചഭാഷണികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വ്യാപകമായിട്ടുള്ള പിഴ ഈടാക്കും എന്നും പറയുന്നുണ്ട്. എന്താണ് ഇവർ ഇതിൽ കാരണം പറയുന്നത്? എന്താണ് കൃത്യമായിട്ട്? അതായത് ആ പ്രദേശങ്ങളിൽ ഒരുപാട് ജൂതന്മാരാണ്. ഈ ജൂതന്മാർക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് അതിൽ വ്യക്തമാക്കുന്നത്. അവരുടെ പരാതിയെ തുടർന്നാണ് ഈ രീതിയിൽ ഈ ഉച്ചഭാഷണികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വിലക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം. അതായത് ശബ്ദമലിനീകരണം ആരോപിച്ചാണ് ബാങ്കിന് ഈ പള്ളിയിലെ ബാങ്ക് വിളിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. പാതിരാത്രികളിൽ ഉൾപ്പെടെ പള്ളികളിൽ നിന്ന് അമിതമായ ശബ്ദമുയരുന്നുവെന്ന് പരാതിയുമായി ജൂത താമസക്കാർ രംഗത്തെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പള്ളികളിലെ ശബ്ദ സംവിധാനങ്ങൾ പിടിച്ചെടുക്കാനും പുതിയ നിയമം അധികാരം നൽകുന്നുണ്ടെന്ന് ഈ പിന്നെ ഇസ്രായേലിൻ്റെ ഉദ്യോഗസ്ഥർ വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ഇങ്ങനെ പള്ളികളിൽ ബാങ്ക് വിളിക്കുക, ഇതൊക്കെ അവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമല്ലേ? അല്ലെങ്കിൽ അവർ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ലോകത്തെല്ലായിടത്തും ആ ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലേ, പള്ളികളിൽ ഈ ബാങ്ക് വിളിക്കുന്നത്. അത് ഉച്ചഭാഷണിയിലൂടെ അതെന്താ, അതിന് പ്രശ്നം എന്താണ്? ഇവിടെയുള്ള ചില, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇംതിയാസ് ശരിയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പം ഈ ബാങ്ക് വിളി കേൾക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ബാങ്ക് വിളി മാത്രമല്ല, മറ്റ് അമ്പലങ്ങളിൽ നിന്ന് ഉയരുന്ന മറ്റ് ശബ്ദങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം കിടന്നുറങ്ങണ്ടേ മനുഷ്യന്? രാവിലെ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് നിങ്ങളെ ഇതിലൊന്നും ഭക്തിയോടോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാത്ത ആളുകളും ഉണ്ട്. നിങ്ങൾ കുറച്ച് സൗണ്ട് കുറച്ച് വെക്കൂ. നമ്മളിപ്പോൾ ഈ ടൗൺ ഏരിയകളിൽ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ ക്ഷേത്രങ്ങളിൽ നമ്മളെ ഗ്രാമങ്ങളിലെ പോലെ ഒച്ചത്തിൽ രാവിലെ അവർ പാട്ടിടൂല. ആ പ്രദേശത്തുള്ള ആ ചുറ്റുപാട് മാത്രം കേൾക്കുന്ന രീതിയിൽ ശബ്ദം വളരെ നിയന്ത്രിച്ചിട്ടാണ് ഈ ടൗൺ ഏരിയകളിൽ, പ്രത്യേകിച്ചും ഈ റെസിഡൻഷ്യൽ ഏരിയകളിലൊക്കെ സ്ഥിതി ചെയ്യുന്ന അമ്പലങ്ങൾ ഒക്കെ ശബ്ദങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിലുള്ളൊരു നിയന്ത്രണങ്ങൾ വേണമെന്ന് പലയിടങ്ങളിൽ നിന്നായിട്ട് നേരത്തെയും അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായത്. അതിൻ്റെ ഒരാളാണ് ഇംതിയാസ് അലിയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ മതത്തിൽ വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരെ നിങ്ങൾ മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തീർത്തും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്തിനാണ് നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നത്? നിങ്ങൾ ശബ്ദം കുറച്ച് വയ്ക്കും, നിങ്ങളുടെ ആ പ്രദേശത്തുള്ള ആളുകൾ മാത്രം കേട്ടാൽ പോരെ. ആ രീതിയിലാണ്. അത് ഇതൊരു കൈകടത്തലാണ്. മതത്തിൻ്റെ മറ്റെല്ലാവരിലേക്കും തങ്ങളുടെ മതത്തിൻ്റെ ഒരു അധീശത്വം ഉറപ്പിക്കുക ഒരു കൈകടത്തലിനുള്ള ശ്രമമാണ് ഇതെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നത് അതല്ല, അത് ഗൗതമിൻ്റെ വിലയിരുത്തൽ, അല്ലെങ്കിൽ ഗൗതം വായിക്കുന്ന രീതിയിലുള്ള ഒരു, ഗൗതമിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസമുണ്ട്. ഉണ്ട്. എൻ്റെ ദൈവ കൺസെപ്റ്റ് വേറെ കൺസെപ്റ്റാണ്. ഞാൻ ദൈവത്തിൽ, ഞാനിപ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ദൈവങ്ങളെ, എനിക്ക് അതിൽ കൂടുതൽ കോൺസെപ്റ്റ് ഒന്നും ദൈവങ്ങളിലില്ല. ഞാൻ ഇപ്പോൾ ഒരു പള്ളിയിൽ ചെന്നാലും എൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഞാൻ വളർന്നു വന്ന രീതിയിൽ പ്രാർത്ഥിച്ച രീതിയായിരിക്കും. ഒരു മോസ്കിൽ പോയാലും ഞാൻ ഇങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ രക്ഷിക്കണേ എന്നായിരിക്കും ഒരു മോസ്കിൽ പോയാലും ഞാൻ വിളിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പോൾ
കവിത പറഞ്ഞതുപോലെ മനുഷ്യനായിരുന്നു ഉറങ്ങണ്ടേ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം. നിരീശ്വരവാദികളായ ഒരുപാട് പേരുണ്ടാകാം. അവർക്കൊന്നും ചിലപ്പോൾ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ ഭാഗത്തൊക്കെ വീട് വന്ന വെളുപ്പിന് 5 മണിയൊക്കെ ആകുമ്പോൾ കാരണം എനിക്ക് അങ്ങനെ ഒരു മനസ്ഥിതി എനിക്കുണ്ടായിരുന്നു. വീട് വന്നാൽ എങ്ങനെ ഈ 5 മണിക്കും ഈ 12 മണിക്കും രാത്രിയൊക്കെ ഇവർ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ, ഈ ബാങ്ക് വിളി നമ്മളെ വലിയ അസ്വസ്ഥരാക്കുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ആണോണ്ടോ എന്ന് എനിക്കറിയില്ല. ദൈവമായിട്ട് എന്നെ ഈ കൊച്ചിയിലെത്തിയപ്പോൾ ഒരു പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു എൻ്റെ ഹോസ്റ്റൽ. വെളുപ്പിന് ആദ്യമൊക്കെ ഒരു ഏകദേശം 1 മാസമൊക്കെ എനിക്കത് ഭയങ്കര അരോചകത്വമായിട്ട് ഫീൽ ചെയ്തു. കാരണം ആ കറക്റ്റ് ആ സമയത്ത് നമ്മളങ്ങ് ഉണർന്നു, പിന്നെ നമുക്ക് ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ, വല്ലാത്തൊരു മൂഡ് ചേഞ്ചൊക്കെ നമുക്ക് ഉണ്ടാവുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷെ പതിയെ അത് മാറാൻ തുടങ്ങി. അത് കേൾക്കാതിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങി. കാരണം അതൊരു ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഞാനതിനെ ഉൾക്കൊള്ളാൻ തുടങ്ങി. ഇപ്പം അത് കേൾക്കാതെ ഇരിക്കുമ്പോൾ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. എനിക്ക് അമ്പലത്തിലെ ഇതാണെങ്കിലും അങ്ങനെ. ഞാനിപ്പോൾ രാവിലെ എണീച്ചുടനെ, ഞാൻ 5:30 ഉറക്കം ഒഴിക്കുന്ന ഒരാളാണ്. എണീച്ചുടനെ ഞാൻ ആദ്യം വയ്ക്കുന്നത് അമ്പലത്തിൽ, ആദ്യം മൊബൈൽ എടുക്കും, നോക്കും, എന്നിട്ട് യൂട്യൂബ് തുറക്കും, എന്നിട്ട് ഞാൻ അമ്പലത്തിൻ്റെ പാട്ട് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാക്കി ദിനചര്യകളിലേക്ക് കടക്കുന്നത്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് റെഡിയായിട്ട് ഇറങ്ങുന്നത് വരെ ഈ പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഓരോരുത്തരുടെ ഓരോ വിശ്വാസമാണ്. നാളെ മുതൽ നീ അത് കേൾക്കരുത് എന്ന് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്കത് അനുവദിച്ചു കൊടുക്കാനും സമ്മതിച്ചു കൊടുക്കാനും എൻ്റെ രീതിയിൽ എനിക്കത് കഴിയില്ല. അതുപോലെ തന്നെയാണ് അവരുടെ ഭാഗത്തും. ജൂതന്മാർക്ക് ഇതൊരു മതവിശ്വാസി, ഇപ്പൊ ജനങ്ങൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ജൂതന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിലെ പള്ളികളിൽ ഇനി ബാങ്ക് വിളി ഉച്ചഭാഷിണിയിൽ വേണ്ട എന്ന് പറയുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തെ, നിങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഈ ഉച്ചഭാഷിണി കൊണ്ട് പ്രശ്നമാണ്, ഈ മതസ്ഥരൊഴിച്ചുള്ള ബാക്കി എല്ലാവർക്കും ഈ ഉച്ചഭാഷിണി കൊണ്ട് പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പിറക്കി ഇനി ഞങ്ങൾ പിഴ ഈടാക്കും എന്ന് പറയുന്നതിനോടുണ്ട്. ഇസ്രായേലിന്റെ സ്വഭാവം നമുക്കറിയാലോ. അവര് തീവ്രവാദികൾക്കെതിരെ, പ്രത്യേകിച്ചും ഹമാസിനെതിരെയും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ലാന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. പക്ഷേ ആ നിലപാടുകളൊക്കെ എടുക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധ രാജ്യമാണ് തങ്ങളെന്ന നിലപാടൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. മറ്റ് പ്രതിപക്ഷമൊക്കെ, അതായത് ഈ ഹമാസ് അനുകൂലികളൊക്കെ ഇസ്രായേലിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഇസ്രായേൽ ജൂതന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ ഉച്ചഭാഷണികൾ ഒഴിവാക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുമുള്ള ഒരു വിചിത്രമായിട്ടുള്ള കാര്യമല്ല എന്നാണ്. കാരണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു നിലപാടായിട്ടാണ് ഇതിനെ നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഈ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ചർച്ചകൾ നേരത്തെയൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. അതിലുള്ള ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ, രാഷ്ട്രീയ പരിപാടിയോ രാഷ്ട്രീയക്കാരുടെ നേതാക്കളുടെ ഒരു പൊതുപ്രസംഗമോ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് നിശബ്ദരാവും, സൈലന്റ് ആവും. എന്തിനാണിത്, ഇതിൻ്റെ ആവശ്യം എന്തിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചർച്ചകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു അമ്പലത്തിലെ പാട്ടാണ് ഇങ്ങനെ കേൾക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം ഇതെന്തിനാണ്, നിങ്ങൾ ഇതിനോട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഈ സാധനം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതാ പറഞ്ഞത്, ഒരു അധീശത്വം, ഒരു മതത്തിൻ്റെയും അധീശത്വം സമൂഹത്തിന് മുകളിൽ അടിച്ചേൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. മതം എന്ന് പറയുന്നത് വളരെ പ്രൈവറ്റായിട്ട്, ഒരാൾ പേഴ്സണലി പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഛർദ്ദിക്കേണ്ട ഒരു സാധനമല്ലായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് വോളിയങ്ങളൊക്കെ കുറച്ച് വെക്കുക. പിന്നെ ഈ ശബ്ദ തരംഗങ്ങൾക്ക് നമ്മുടെ മനുഷ്യ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള വളരെയധികം വലിയ സ്വാധീനമുണ്ട് ഈ ശബ്ദങ്ങൾക്ക് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് ആ നല്ല ശബ്ദങ്ങൾ എന്ന് ആളുകൾ തിരിച്ചറിയുക, ആ ശബ്ദങ്ങളൊക്കെ ആളുകൾ കേൾക്കുക.